ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി, ഏകലോക ഭരണം, കയ്യിലേക്കൊരു മുദ്ര. എന്തിനു വേണ്ടി ഞാനിത് പ്രസംഗിക്കുന്നു? അടുത്ത കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇന്ന് മോഡി സാർ ഒരു കാർഡ് കൊണ്ടുവന്ന് ആയുഷ്മാൻ, കേട്ടവർ വല്ലതും ഉണ്ടോ? എല്ലാവരും തിരുവനന്തപുരത്ത് പോയി തെള്ളു 5 ലക്ഷം ഫ്രീ കിട്ടുമെന്ന്. 5 രൂപ കിട്ടത്തില്ല. സ്വോത്രം. അതെന്തിനാ കാർഡ് കൊണ്ടുവന്നത്? സർക്കാരിൻ്റെ ഇവിടെ എണ്ണ അടിക്കാൻ കാശില്ല. സ്വോത്രം. അപ്പോഴാ ഈ കാർഡ് എന്തിനാ കൊണ്ടുവന്ന്? ഒരു മനുഷ്യൻ്റെ ആരോഗ്യ വിവരം നിങ്ങൾ PRSൽ ഡേറ്റ ഓപ്പൺ ചെയ്താൽ കിംസിൽ കിട്ടും, നെയ്യാറ്റിൻകര താലൂക്ക് ആശുപത്രി കിട്ടും, മെഡിക്കൽ കോളേജ് കിട്ടും, നിംസിൽ കിട്ടും, എല്ലാ ആശുപത്രിയിലും കിട്ടാൻ ഒറ്റ കാർഡ്. അത് ആധാറുമായി ലിങ്ക് ചെയ്യാനായി ആയുഷ്മാൻ കൊണ്ടുവന്ന്. അല്ല ചിന്നമ്മാമ വിചാരിച്ച് ഇപ്പോൾ ചെന്നാൽ ഉടനെ ഹാർട്ട് ഫ്രീ ആയിട്ട് ഓപ്പറേഷൻ ചെയ്യുമെന്ന്. ഒരു രക്ഷയില്ല. സ്വോത്രം. ഇത് മനുഷ്യൻ്റെ മെഡിക്കൽ കാർഡാണ്. ദൈവദാസന്മാരെ, ദൈവ കുഞ്ഞുങ്ങളെ, ഇത് മനുഷ്യൻ്റെ മെഡിക്കൽ ഹിസ്റ്ററി മൊത്തം ഒരു കമ്പ്യൂട്ടറാക്കിയാൽ ഇത് ട്രേസ് ചെയ്താൽ നമ്മൾ ആരായാലും മുദ്രയെടുത്തു. സ്വോത്രം. ഇപ്പോൾ ഇവിടുന്ന് ഒരു അച്ചായൻ അറ്റാക്ക് വന്ന് ഇവിടെ നല്ല ആശുപത്രി കാണിക്കല, കുഴഞ്ഞു വീഴുമ്പോൾ എവിടാ പോകുന്നത്? നിംസിലാ പോകുന്നത്. ഉടനെ അമ്മാമ്മ പറയും പുരയുടെ എഴുതി വിറ്റാലും വേണ്ടിയല്ല എൻ്റെ അച്ചായനെ രക്ഷപ്പെടുത്തിയാൽ മതി എന്ന്. സ്വോത്രം. ബ്ലേഡുകാരൻ്റെ പോകത്തില്ല. അതുപോലെ ഈ കോവിഡ് ഇങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ മറവിൽ മൈക്രോസോഫ്റ്റിൻ്റെ ബിൽ ഗേറ്റ്സ് പറയുന്നു, ജോൺസണോട് പറയുന്നു, ഒരു വാക്സിൻ കുഞ്ഞുങ്ങൾക്ക് പോളിയോ പോലെ കൊടുക്കണം. പക്ഷേ നിബന്ധന ആയുഷ്മാൻ കാർഡ് എടുക്കുന്നത് പോലെ കയ്യിൽ മുദ്ര പതിപ്പിക്കണം. മിണ്ടുന്നില്ല. സർപ്പം ഹൗവയെ ഉപായത്തിൽ ചതിച്ചതുപോലെ കോവിഡിൻ്റെ മറവിൽ മനുഷ്യൻ്റെ കയ്യിലേക്ക് മുദ്ര. അതിലെ നമ്പർ 1 RT-PC, നമ്പർ 2 വാക്സിനേറ്റഡ്. ഇത് രണ്ടും എടുത്തു കളയും. അങ്ങനെയെങ്കിൽ ഒരു മുദ്ര കയ്യിൽ കൊടുക്കാം. എന്താ മുദ്ര? അത് 4G വെച്ച് ചെയ്യാം. ആ 4G വെച്ച് ചെയ്യുന്ന മുദ്രയാ GPS സംവിധാനം. എന്താ GPS സംവിധാനം? ഞാൻ എവിടെ പോകുന്നു? കളിക്കവിടെ പോകുന്നു, മാർത്താണ്ഡം പോകുന്നു, സ്രായംകുടി പോകുന്നു, ഇറച്ചിപ്പാലം പോകുന്നു, നെയ്യൂർ പോകുന്നു, കുഴിത്തറ പോകുന്നു. എൻ്റെ ഭാര്യയ്ക്ക് അറിയത്തില്ല ഞാൻ കേരളത്തിൽ നിന്ന് എവിടെയാണ്. ഇടിച്ചക്കപ്ലാമൂട് കഴിയുമ്പോൾ എൻ്റെ മൊബൈലിനകത്തൊരു മെസ്സേജ് വരും, വെൽക്കം ടു സെൽവൺ തമിഴ്നാട്. ആര് കണ്ട്? ഭാര്യ കണ്ടില്ല, എൻ്റെ വീട്ടിലുള്ളവർ കണ്ടില്ല, ആര്? സാറ്റലൈറ്റ് കണ്ട്. സ്വോത്രം. അതിൻ്റെ പേരാ 4G. ഇതിൻ്റെ ടെക്നോളജി പുറകെ പറഞ്ഞുതരാം. ഞാൻ അവിടെ 3 ദിവസം യോഗം കഴിഞ്ഞ് കളിക്കാവിളയിൽ നിന്ന് വണ്ടി കയറി പാറശാല എത്തുമ്പോൾ, ഇഞ്ചിവള എത്തുമ്പോൾ അടുത്ത മെസ്സേജ്, വെൽക്കം ബാക്ക് BSNL കേരള. ആരാ? ടവർ വഴി. ഞാൻ എവിടാന്ന് അറിയാം. അപ്പോൾ ടവർ വഴി മനുഷ്യനെ ലൊക്കേറ്റ് ചെയ്യാം. അതിൻ്റെ പേരാ മക്കളെ നിങ്ങളുടെ മൊബൈലിലെ സിം കാർഡ്, ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. കേരളത്തിലെ ADGP വിജയ് സാക്കറെ ഇന്നാൾ ആലപ്പുഴ കൊലപാതകം പറഞ്ഞപ്പോൾ പറഞ്ഞില്ലേ, യവന്മാർ ഒരു കാരണവശാലും മൊബൈൽ ഉപയോഗിക്കുന്നില്ല, അത് ആ പ്രതികളെ കിട്ടാത്തതെന്ന്. സ്വോത്രം. മിണ്ടുന്നില്ല. സന്തോഷമില്ല. പത്രം വായിക്കത്തില്ലേ? സ്വപ്നെ സരിതയും വായിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നാൽ അത് ഇതിലും വലിയവൾ പുറകെ വരുന്നുണ്ട്. സ്വോത്രം. വിഷമിക്കണ്ട. കണ്ടില്ലേ വിജയ് സാക്കറെ പറഞ്ഞു. അന്നേരം കമാൽ പാഷ പറഞ്ഞത് പണ്ട് മൊബൈലില്ലായിരുന്നു, എങ്ങനെ പിടിച്ചു? ഇന്ന് രാത്രി ചെറുപ്പക്കാരോട് പറയാം, മക്കളെ ഇവിടെ കുറച്ച് കുഴപ്പമുള്ള മേഖല, ആവശ്യമില്ലാത്ത പണി ചെയ്തിട്ട് മൊബൈൽ ഓഫ് ചെയ്തിട്ട് ലജ്ജാവതിയെ കള്ളക്കടക്കണ്ട പാട്ടും കേട്ടോണ്ടിരുന്നാൽ നിന്നെ പോലീസ് തിരക്കി വരും. പക്ഷേ ഒറ്റ കാര്യം, കുറ്റം ചെയ്തു കഴിഞ്ഞാൽ നെയ്യാറിൻ്റെ അത് പന്തേടിപ്പുറത്ത് തേക്കൽ കൊണ്ടുവന്ന് ആ സിം കാർഡ് 2 മുറിച്ച് വെള്ളത്തിയിട്ടിട്ട് ഒറ്റപ്പാട്ട് നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ നീ സ്ഥലം വിട്ടോണം. സ്വോത്രം. നിന്റെ സിമ്മിനകത്ത് കിടന്നാൽ അന്നാളിൽ ചെറിയവൻ വലിയവൻ ദരിദ്രൻ ദാസൻ ഏവരെ തിരിച്ചറിയുവാൻ പേരൂർക്കട മണ്ണാമൂല ഒരു സാധനമുണ്ട്, അതിൻ്റെ പേരാ സൈബർ സെല്ല്. അതിനകത്ത് നോക്കിയാൽ ഞാൻ എവിടെ മാർത്താണ്ഡത്ത് പോയി ചപ്പാത്തി നിന്ന് എൻ്റെ ഭാര്യ അറിഞ്ഞില്ലെങ്കിലും സൈബർ സെൽ അറിയും. സ്വോത്രം. അതുപോലെ സകല മനുഷ്യനെ ട്രാക്ക് ചെയ്താൽ കോവിഡ് ആരിലുണ്ട്, രോഗമുണ്ടെന്നറിയാം. അതിലൊന്നാം തരം മുദ്ര. പഞ്ചാബിൽ നിന്ന് വരുന്ന ഒരരി കയ്യിൽ വച്ചാൽ അതിനകത്ത് 2 ഭാഗം വെക്കാം. ആ അരിക്കകത്ത് പഞ്ചാബിൽ നിന്ന് വരുന്ന ബിരിയാണി അരി, ഒന്നിൽ ഒരു ഫിലമെൻ്റ്, രണ്ടാമത്തതിൽ ഒരു ലിഥിയം ബാറ്ററി ഉണ്ടെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഡേറ്റ മുഴുവൻ അതിനകത്ത് സ്റ്റോർ ചെയ്യാം. പണ്ട് ഞാൻ പ്രസംഗിച്ച ആൾക്കാർ പറയും, പണ്ട് കാട്ടാക്കട പ്രസംഗിച്ചപ്പോൾ ആരോ പറഞ്ഞു എൻ്റെ തലയ്ക്ക് പിരി ഇളവിയെന്ന്. സ്വോത്രം. കണ്ടില്ലേ? ഇപ്പം കേട്ടോ, ഈ റേഷൻ കൈവെക്കുന്നതിനെ കട്ടക്കോടി ഞാൻ പ്രസംഗിച്ചപ്പോൾ ആരാണ് മാന്യന്മാർ പറഞ്ഞ് എനിക്ക് തലയ്ക്ക് എന്തോ ബ്ലൂസായെന്ന്. സ്വോത്രം. 18 ഞാൻ കട്ടക്കോട് വന്നപ്പോൾ എല്ലാം കൂടെ കീക്കി അടിക്കുന്ന 4 കിലോ വെള്ള 3 കിലോ പച്ച. സ്വോത്രം. അത് ആരാന്ന് പറഞ്ഞെന്ന് ആരുമല്ല, ടെക്നോ പാർക്കിനകത്ത് UST ഗ്ലോബലിൽ ഒരു പയ്യൻ എന്നോട് വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ വല്ലതൊക്കെ കയറി പറഞ്ഞോളാം. അന്ന് അവരവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, എലീശ പാസ്റ്റർ. അവന്മാർ റേഷൻ കാർഡ് വെച്ച് കൈവച്ച് ഈ പോസ് ശരിയാക്കുമ്പോൾ എനിക്ക് ചോർത്തി. സ്വോത്രം. നമ്മുടെ CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അടക്കുമ്പോൾ ചിലർക്ക് ചോർത്തി കൊടുക്കത്തില്ല, തുണ്ടറിയുന്ന പോലെ. അന്ന് കിട്ടിയ കാര്യമാണ് ഞാൻ കട്ടയ്ക്കോട് പറഞ്ഞത്. സ്വോത്രം. കൈവച്ച് റേഷൻ മേടിക്കുമെന്ന് സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാർ. അല്ല, പരിശുദ്ധാത്മാവൊന്നും കൊണ്ട് തന്നെയല്ല, കള്ളം ഞാൻ പറയത്തില്ല. സ്വോത്രം. കണ്ടില്ലേ? അങ്ങനെയെങ്കിൽ കാര്യം മനസ്സിലാക്കണം. അങ്ങനെയെങ്കിൽ എന്താ സംഭവം എന്നറിയാമോ? ഈ കൈക്കകത്ത് 2 കാര്യം വെക്കാം. ഒരു ഫിലമെൻ്റ് മതി 400 കാര്യം.
നമ്മുടെ മോൻ അവിടെ മൈക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നു. പണ്ട് അവൻ നിരപ്പക്കാല കൺവെൻഷന് ഒരു പാട്ടിടും, ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. 12 പാട്ട്. മോൻ കള്ളിക്കാട് എന്തോ ഈ പെട്രോൾ മേടിക്കാൻ പോകും. പാട്ട് ഇവിടെ തീരും. ലൂക്കോസ് പാസ്റ്റർ പറയും, യവൻ ഈ പാട്ട് വിട്ടിട്ട് എവിടെ പോയി, എനിക്ക് തിരിച്ച് CD ഇടാനും അറിയത്തില്ല. സ്വോത്രം. ഇന്ന് നമ്മുടെ മോൻ 3 മണിക്ക് പാട്ടിടും. ചിന്നമ്മ സിസ്റ്റർ ബ്ലൗസെ കുത്തുന്ന പോലെ ഒരു അങ്ങോട്ട് കുത്തും. സ്വോത്രം. ഇതിൻ്റെ ഇടയ്ക്ക് അവൻ കന്യാകുമാരി പോവും, കാസർഗോഡ് പോവും, എന്നിട്ട് ദുബായ് പോയിട്ട് വന്നാലും അവൻ്റെ പാട്ട് തീരത്തില്ല. ഒരു ഫിലമെൻ്റ് എത്ര കയറും മോനെ? 400 പാട്ടാ. പെൻഡ്രൈവ്. സ്വോത്രം. ആ ഫിലമെൻ്റ് കൈക്കകത്ത് വച്ചാൽ, ടെക്നോളജി പഠിച്ചുകൊണ്ടേ പോകാവൂ, അത് കൈക്കകത്ത് വച്ചാൽ ഒരു മനുഷ്യനെ പറ്റിയുള്ള സകല കാര്യങ്ങളും കമ്പ്യൂട്ടർ ഡീകോഡ് ചെയ്യും. അന്ത്യകാലം. ദാനിയേൽ പ്രവചനമുണ്ടോ? വായിക്കണം വീട്ടിൽ. അന്ത്യകാലത്ത് മനുഷ്യൻ്റെ ജ്ഞാനം വർദ്ധിക്കും. മിണ്ടുന്നില്ല ദൈവദാസന്മാർ, മനസ്സിലാക്കുക. ദാനിയേൽ 12. അങ്ങനെയെങ്കിൽ ഈ ഫിലമെൻറ്റിനകത്ത് ഇത് കയറ്റാൻ നമ്പർ 1, കൈമേൽ ഒരു ചിപ്പ് കൊടുത്താൽ കാര്യം റെഡിയാക്കിയെടുക്കാം. നമ്മളെപ്പറ്റി എല്ലാ കാര്യങ്ങളും. 2, ഇനിയാണ് സംഭവം. 5G സാറ്റലൈറ്റ്. 2016 അമേരിക്കയിൽ കയ്യിൽ ഒരു സാധനം വന്നു. അതിൻ്റെ പേരാ മൈക്രോ നീഡിൽ പാച്ച്. എന്താ മൈക്രോ നീഡിൽ പാച്ച്? ബാൻഡേഡ് കണ്ടവരെന്ന് കൈയുയർത്താൻ. ബാൻഡേഡിൻ്റെ പ്രത്യേകത എന്താ? നമ്മുടെ മുറിവുള്ള ഭാഗത്ത് ഈ ബാൻഡേഡിൻ്റെ അകത്തൊരു സ്പോഞ്ച് ഉണ്ട്. അതിനകത്ത് എന്തോ ഉണ്ടെന്നറിയാമോ? അതിനകത്ത് കുറച്ച് മരുന്നുകൂടുണ്ട്. 2 ദിവസം കഴിയുമ്പോൾ ബ്ലഡിനെ അവിടെ ക്ലോട്ട് ചെയ്യുന്നതിനെ നിർത്തി അവിടുന്ന് ഉണക്കും. ഇതിന് പകരമായി 2016 അമേരിക്കയിൽ ഒരു ബാൻഡേഡ് വന്നു. അതിൻ്റെ പേരാ മൈക്രോ നീഡിൽ പാച്ച്. എന്താ മൈക്രോ നീഡിൽ പാച്ച്? 2 സൂചി ബ്ലഡിനകത്ത്, 2 സൂചി നെർവിനകത്ത്, ആനയുടെ ചിപ്പിനകത്ത് കൊടുക്കുന്ന പോലെ. അങ്ങനെയെങ്കിൽ ആ പാച്ച് വച്ചവർ എവിടെ ചെല്ലണം? ഹോസ്പിറ്റലിൽ ചെന്നാൽ ഈ നീഡിലിനകത്ത് ദാണ്ടേ ഒരു ബാർകോഡുണ്ട്. ഈ നീഡിലിനകത്ത് ഒരു ബാർകോഡുണ്ട്. അത് 5G സാറ്റലൈറ്റ് കാണിക്കുമ്പോൾ നമ്മളെ ബ്ലഡ് എടുക്കണ്ട. ആ ബ്ലഡ് കമ്പ്യൂട്ടർ പറയും RBC, WBC, കോർപ്പസൽസ്, HB. അതിൻ്റെ ഇടയ്ക്ക് നെർവിലോട്ട് അടുത്ത കൈയുടെ പൊസിഷൻ കാണിക്കുമ്പോൾ എനിക്ക് ചിക്കൻ ഗുനിയ വന്നിട്ടുണ്ടോ, വാക്സിൻ എടുക്കത്തിനോ, നെർവിലെടുത്തിട്ടുണ്ടോ എന്ന് കറക്റ്റായിട്ട് അറിയും. അതിൻ്റെ പേരാ RNM, റിമോട്ട് ന്യൂറൽ മോണിറ്ററിങ്. ബൈബിളിലേക്ക് വരാം. 2 ചിപ്പ് കയറ്റ. 1 പഞ്ചാബിൽ നിന്ന് വരുന്ന അരിയുടെ വലിപ്പത്തിലുള്ള ഒരു അരിമണിക്കകത്ത് പെൻഡ്രൈവിൻ്റെ ഫിലമെൻറ്റും ചാർജ് ചെയ്യാൻ ലിഥിയം ബാറ്ററിയും കയറ്റിയാൽ ഈ പാട്ട് ഓടുന്നത് പോലെ മനുഷ്യൻ്റെ ഡീറ്റെയിൽ 14 ഇഞ്ച് കമ്പ്യൂട്ടർ വലിച്ചെടുക്ക്. RTPC വേണ്ട, ഒന്നും വേണ്ട. 2ാമത്തെ കാര്യം മൈക്രോ നീഡിൽ പാച്ച്. ആ മൈക്രോ നീഡിൽ പാച്ചിനകത്ത് മനുഷ്യൻ്റെ കയ്യിൽ ബാൻഡേഡ് ഒട്ടിക്കുന്ന പോലെ ഒട്ടിച്ചാൽ അത് 14 ഇഞ്ച് കമ്പ്യൂട്ടർ 5G നോക്കിയാൽ എൻ്റെ ബ്ലഡിൻ്റെ കൗണ്ട് കാണാം, എൻ്റെ നെർവസിനകത്ത് കോവിഡ് ഉണ്ടോ ഒമൈക്രോൺ ഉണ്ടോ എന്ന് കാണാം. ആ ടെക്നോളജിയുടെ പേരാ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നോട്ട് ചെയ്യാം. ഇന്ത്യയിലും വരാൻ പോകുന്നു RNM, റിമോട്ട് ന്യൂറൽ മോണിറ്ററിങ്. ഇംഗ്ലീഷ് ഉണ്ടായി. അതിന് പറയുന്നു ഫ്യൂച്ചർ ഫന്റാസിയ, ലോകം കാണാൻ പോകുന്ന അത്ഭുതം. അതിൻ്റെ പേര് തലച്ചോറുകളെ ബന്ധിപ്പിക്കുവാൻ ഇൻ്റർനെറ്റ്. ബൈബിളിലേക്ക് ഞാൻ വരുന്നു. തലച്ചോറുകളെ ബന്ധിപ്പിക്കുവാൻ ഇൻ്റർനെറ്റ് വഴി ഈ നീഡിൽ വെച്ചിട്ട് മനുഷ്യൻ്റെ തലച്ചോറ് ഊറ്റിയെടുക്കാം. അതിൻ്റെ പേര് 5G സാറ്റലൈറ്റ് വിത്ത് RNM. എന്താ തലച്ചോറ്? മനുഷ്യൻ്റെ തലച്ചോറിനകത്ത് എത്ര ഘടകമുണ്ട്? സെറിബെല്ലം, ബാക്കി ഏതാ? മെഡില്ല, ബ്ലാങ്കേറ്റ. അതിനാ അമ്മാമ്മ പറയുന്ന കുഞ്ഞിൻ്റെ അല്ലെ കളിമണ്ണാന്ന് വൃത്തിയോട് പറയരുത്. സ്വോത്രം. സെറിബെല്ലം, മെഡില്ല, ബ്ലാങ്കേറ്റ. എത്ര കാര്യം അതിനകത്തുണ്ട്? ഓർമ്മശക്തി, ബുദ്ധിശക്തി, സംസാരശക്തി, വിവേകശക്തി എല്ലാം. ഇത് മുഴുവൻ നോട്ട് ചെയ്തെടുക്കുവാൻ മനുഷ്യൻ്റെ കയ്യിൽ ചിപ്പ് വെക്കാം. അങ്ങനെയെങ്കിൽ ദാണ്ടേ അമേരിക്ക പറയുന്നു തലച്ചോറുകളെ ബന്ധിപ്പിക്കുവാൻ ഇൻ്റർനെറ്റ്, അതിവേഗ സാറ്റലൈറ്റ് വഴി കൈക്കകത്ത് ദാണ്ടേ ഒരു ചിപ്പ് വച്ചാൽ. ലൂക്കോസ് പാസ്റ്റർ ഒരു ആവശ്യത്തിന് ദുബായ് പോകാൻ പോന്നു. കോവിഡ് കാലത്ത് RTPC എടുക്കണ്ട. ലൂക്കോസ് പാസ്റ്ററിൻ്റെ ആധാർ അവർ ചോദിക്കും. ആധാർ ചോദിക്കുമ്പോൾ നമ്മുടെ ഡേറ്റ അവരുടെ കയ്യിലുണ്ട്. അവരെന്തോ ചെയ്യുമെന്നറിയാം? സാറ്റലൈറ്റ് വഴി കൈയിരിക്കുന്ന ചിപ്പിനെ മോണിറ്റർ ചെയ്യും. ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഉടനെ സാറ്റലൈറ്റ് 5G. ഞാൻ അതാ പറഞ്ഞത്, കളിക്കാവിള ഞാൻ മതിലിയാടുമ്പോൾ എൻ്റെ ഭാര്യ അറിയത്തില്ല, മൊബൈൽ അറിയും. സ്വോത്രം. ഞാൻ തിരിച്ചു വരുമ്പോൾ കമ്പ്യൂട്ടർ വഴി അറിയും. അങ്ങനെയെങ്കിൽ ലൂക്കോസ് പാസ്റ്ററിനെ പിടിക്കാം. അദ്ദേഹം ദുബായിൽ പോകാൻ പോകുമ്പോൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ടിക്കറ്റ് ബുക്ക് ചെയ്ത് വിസ റെഡിയാകുമ്പോൾ പാസ്പോർട്ട് നമ്പറും ടെലിഫോൺ നമ്പറും എല്ലാം വെച്ച് സാറ്റലൈറ്റ് വഴി ട്രേസ് ചെയ്യുമ്പോൾ ലൂക്കോസ് പാസ്റ്റർ കയ്യിലിരിക്കുന്ന ബ്ലഡ് കൗണ്ട് 5G അതിവേഗ ഇൻ്റർനെറ്റ് വഴി കമ്പ്യൂട്ടറിനകത്ത് വരും. ലൂക്കോസ് പാസ്റ്ററിൻ്റെ നെർവസ് സിസ്റ്റത്തിൽ പനിയുണ്ടോ ഒമിക്രോൺ ഉണ്ടോ എന്ന് വരും. ഇത് ഇത്രയും ക്ലിയർ ആകുമ്പോൾ ഓക്കെ. ഈ ലൂക്കോസ് പാസ്റ്റർ തിരുവനന്തപുരം എയർപോർട്ടിൽ ചെല്ലുമ്പോൾ അവർ സർട്ടിഫിക്കറ്റ് ചോദിക്കത്തില്ല. ലൂക്കോസ് പാസ്റ്റർ അടുത്ത് ATM കാണിക്കുന്ന പോലെ കൈ ഒന്ന് കാണിക്കാൻ പറയുമ്പോൾ പ്രസന്റിൽ കോവിഡില്ല, ചൂടില്ല, ബ്ലഡ് ക്ലിയർ. ഉടനെ നമുക്ക് ഗേറ്റ് തുറക്കുന്നത് പോലെ മുഴുവൻ തുറന്നു തരും. അന്ത്യകാലത്ത് ഈ മഹാവ്യാധി വരുമ്പോൾ എന്ന്
എന്നും ഇനി എയർപോർട്ട് പൂട്ടിയിടാൻ പറ്റത്തില്ല, എന്നും കടകൾ പൂട്ടിയിടാൻ പറ്റത്തില്ല, എന്നും വിദേശങ്ങളിലേക്ക് പോകാൻ വഴി വേണം, ട്രെയിനകത്ത് കയറാൻ വഴി വേണം. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ മെറ്റൽ ഡിറ്റക്ടർ, തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ മെറ്റൽ ഡിറ്റക്ടർ. ഈ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ഇത് 5G സാറ്റലൈറ്റ് വെച്ചാൽ എൻ്റെ കയ്യിലിരിക്കുന്ന താക്കോലുണ്ടെങ്കിൽ കീ അടിക്കും. കണ്ടിട്ടില്ലേ മെറ്റൽ ഡിറ്റക്ടർ? അതിന് പകരമായിട്ട് കൈക്കകത്ത് ചിപ്പി മെറ്റൽ ഡിറ്റക്ടർ കൊടുക്കുമ്പോൾ നമ്മുടെ അകത്ത് കോവിഡോ പനിയോ ചൂടോ ഉണ്ട്, അവിടെ ക്ലോസ് ചെയ്യും, നീ പുറത്തു പോകാൻ പറയും. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, പ്രസംഗിക്കുന്നവൻ മാറും, പ്രവാചകൻ വീഴും, ഉപദേശി പട്ടുപോകും. എന്നാൽ ഈ കറുത്ത പുസ്തകത്തിലെ വള്ളിക്കോ പുള്ളിക്കോ ഇന്ന് രാത്രി മാറ്റമില്ല. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ ഏകാന്തതയിൽ കൊത്തി വലിക്കുന്ന പരുന്തിന്റെ കഴുകന്റെ നടുവിൽ ഒരപ്പച്ചൻ മുട്ടുമടക്കാൻ തുടങ്ങിയപ്പോൾ കോവിഡ് കാലത്ത് വരാൻ പോകുന്ന RTPC, കോവിഡ് കാലത്ത് വരാൻ പോകുന്ന മുദ്രയെ പറ്റി എഴുതിയെങ്കിൽ ഇന്ന് രാത്രി പറയണം, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. നെയ്യാറേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക, രാത്രി കഴിവാറായി, പകലടുത്തിരിക്കുന്നു. സ്തോത്രം. എവിടാ ഈ 5Gയുടെ സാറ്റലൈറ്റ് തലച്ചോറുകളെ ബന്ധിപ്പിക്കുന്ന ഇന്റർനെറ്റ്? വായിച്ചാട്ട് വെച്ച വെളിപ്പാട് പുസ്തകം 13:10 ബൈബിളുള്ളവരെല്ലാം എഴുതിക്കോ. ഇതിന്റെ പേരാ ഫ്യൂച്ചർ ഫന്റാസിയ, ഇതിന്റെ പേരാ RNM റിമോട്ട് ന്യൂറൽ മോണിറ്ററിംഗ്. വായിച്ചാട്ട് വെളിപ്പാട് 13:10 വായിച്ചാട്ട്. വെളിപ്പാട് പുസ്തകം 13:10. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. നിങ്ങൾ ആരെങ്കിലും അമ്പൂരിയിലും കൂട്ടപ്പൂലും പണ്ട് മാസ്ക് വെക്കാൻ പറഞ്ഞാൽ വെക്കുമായിരുന്നു? സ്വോത്രം. ഡോക്ടർ ആശുപത്രി ചെന്നാൽ പറയാം, എതൊക്കെ മാസ്ക് എന്നായിരുന്നു ചോദിക്കുന്നത്. സ്വോത്രം. കോവിഡ് വന്നപ്പം വല്ലവരും പറഞ്ഞു 2-3, ഞാൻ സഹിതം പോക്കറ്റിൽ തന്നെ 2-3 വെച്ചുകൊണ്ടിരിക്കുമോ. സ്വോത്രം, എപ്പോൾ അടുത്ത് വരുമെന്ന് പേടിച്ചിട്ട്. സ്വോത്രം. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ അതാ പ്രവചനം, അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, യേശുവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇവിടെ നീ പെട്ടുപോകും. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ചങ്ക് കയറി വയ്യാത്ത ഞാനും പറയുന്നത്, നീ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടന്നോ. ഇന്ന് രാത്രി വാതിലുകൾ തുറന്നിട്ടിരിക്കുക. സ്വോത്രം. അതുകൊണ്ടാണ് വെളിപ്പാട് പറയുന്നത്, ആത്മാവ് സഭകളോട് പറയുന്നത്, ഇന്ന് രാത്രി ചെവിയുള്ളവൻ കേൾക്കട്ടെ. സ്വോത്രം. മാസ്ക് അതിൻ്റെ 1-ാം ഘട്ടം ആരും വെക്കണമെന്ന് പറഞ്ഞില്ല. കോവിഡ് വന്നപ്പോൾ നമ്മൾ തന്നെയല്ലേ വെക്കുന്നത്. സ്വോത്രം. ഡോക്ടർ പോലും പറയണ്ട, 2-3 വെക്കുക. സ്വോത്രം. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായിപ്പോ. ഇത് കേൾക്കണം. അടുത്ത വാക്യം വായിച്ചാട്ട് മക്കളെ. അടുത്ത വാക്യം, വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി വരും. അന്ത്യയുദ്ധം അടുത്തത്. ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. ഇത്ര മാത്രം മതി. ഇതെല്ലാം നാം കാണും. വിശ്വാസം, വിശുദ്ധന്മാർ സഹിഷ്ണുതയോടെ നിൽക്കണം. ഇതൊരു അന്തിമ യുദ്ധത്തിലേക്ക്. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഇതിൻ്റെ പേരാ 5G സാറ്റലൈറ്റ് വിത്ത് RNM റിമോട്ട് ന്യൂറൽ മോണിറ്ററിംഗ്. ഇത് അഡ്വൈസ് ഓഫ് മൈക്രോസോഫ്റ്റ്. ദ ചെയർപേഴ്സൺ ബിൽ ഗേറ്റ്സ് ഗീവിംഗ് ആൻ അഡ്വൈസ് ടു മോഡി ആൻഡ് ജോ ബൈഡൻ. ദെൻ അന്തോണീസ് കുട്രാസ് അവരോട് പറയുക, ജോൺസൺ ആൻഡ് ജോൺസൺ. ഞാൻ അമേരിക്കയിൽ പോകുന്ന ആളല്ല. അമേരിക്കയിലുള്ളവർ എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഈ വാക്സിൻ കാണാനേ ഇല്ല. അപ്പോൾ ഞങ്ങൾക്കറിയാം കാര്യം എന്താ. ഞാൻ ആളെ വെളിപ്പെടുത്തത്തില്ല. തിരുവനന്തപുരത്ത് നിന്ന് ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ അമേരിക്കയിൽ ഫ്ലോറിഡയിലെത്തിയ ഒരു നല്ല സയൻറ്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയത്തില്ല. മിക്ക പ്രസംഗവും എൻ്റെ കാണുന്നതാ. അദ്ദേഹം കൃത്യമായിട്ട് എന്നോട് സംസാരിച്ചിട്ടു. പേരും പറയത്തില്ല. അമേരിക്ക ഫ്ലോറിഡയിലാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത്, സജു പാസ്റ്റർ നിങ്ങൾ പ്രസംഗിക്കണം. എൻ്റെ ചീഫ് ഇവിടെ എന്നോട് പറഞ്ഞു കഴിഞ്ഞു, അമേരിക്കയിൽ ജോൺസൺ ആൻഡ് ജോൺസൺ ഒരു വാക്സിൻ വികസിപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഈ വാക്സിൻ കൊടുക്കണമെങ്കിൽ ഒറ്റ കമ്പനി അത് ഏറ്റെടുക്കും. മൈക്രോസോഫ്റ്റ് ഇന്ത്യക്കാർക്ക് പോലും കൊടുക്കത്തില്ല. ബിൽ ഗേറ്റ്സ് പറയും ആർക്കും കൊടുക്കാം, പക്ഷേ കയ്യിൽ മുദ്ര വെക്കണം. അതാ സാത്താൻ സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചതുപോലെ ഇന്ന് നിങ്ങൾ അമേരിക്കയെ വിളി, ചിക്കാഗോയിലോ സിയാറ്റിലോ വാഷിങ്ടണിലോ ന്യൂയോർക്കിലോ ന്യൂജേഴ്സിയിലോ ഡാലസിലോ എവിടെയോ വിളി, അവിടെ എങ്ങും ജോൺസൺ കാണാനില്ല. ഇരുട്ടിൻ്റെ മറവിൽ ഈ ഒമിക്രോൺ ആഞ്ഞടിക്കുമ്പോൾ ഈ ബിൽ ഗേറ്റ്സ് പിടിച്ചു വെച്ചിരിക്കുക. അന്തിമ ദിനങ്ങളിൽ ഇത് കൊണ്ടുവരാൻ കാലമായി. എന്നാൽ ഇന്ന് രാത്രി മൈക്രോസോഫ്റ്റിന്റെ ബിൽ ഗേറ്റ്സിന്റെ ആ തന്ത്രത്തോടുകൂടിയ വാക്സിൻ ഇവിടെ വന്ന് നമ്മുടെ കൈക്കകത്ത് ആ വാക്സിൻ കയറുന്നതിന് മുമ്പ് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മരണം കാണാതെ മധ്യാകാശത്തിൽ എടുക്കപ്പെടാൻ കാലമായി. നമ്മുടെ അകത്തൊരു വാക്സിൻ ഉണ്ട്. കോവാക്സിനും കോവിഷീൽഡും 6 മാസേ നിൽക്കൂ. നമ്മുടെ അകത്തൊരു വാക്സിൻ ഉണ്ട്. എന്താ? ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. അവന്റെ വിലയേറിയ രക്തം നമ്മളെ വിലയ്ക്ക് വാങ്ങിച്ചെങ്കിൽ ആ രക്തത്തിന്റെ വാക്സിൻ ഉള്ളവന് മൈക്രോസോഫ്റ്റിന്റെ വാക്സിൻ എടുക്കാൻ ഇടവരത്തില്ല. ജോൺസന്റെ വാക്സിൻ വരുന്നതിന് മുമ്പ് യേശുവിന്റെ
ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മരണം കാണാതെ എടുക്കപ്പെടാൻ കാലമായി. യെസ്, തീർന്നില്ല. ഇനി രണ്ട് കാര്യം. യഹൂദനോടുള്ള ബന്ധത്തിൽ ഇവൻ ഈ വാക്സിൻ എടുക്കുമോ, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? വായിക്കാം. രണ്ട് കാര്യം. യഹൂദൻ എടുക്കത്തില്ല, ഈ വാക്സിൻ ഒന്നും എടുക്കത്തില്ല. വലിയ പ്രശ്നം അവന്മാർ ചിപ്പ് കൊണ്ടുവരത്തില്ല. ലേവ്യ പുസ്തകം 13-ാം അധ്യായം 28-ാമത്തെ വാക്യം. യഹൂദൻ ഈ ചിപ്പ് വെക്കുമോ, 6 മേടിക്കുമോ, കയ്യിൽ മുദ്ര വെക്കുമോ? വായിച്ചാട്ടെ മക്കളെ, ലേവ്യ പുസ്തകം 13:28 വായിച്ചാട്ടെ. എന്നാൽ പുള്ളി തൊക്കിന്മേൽ പരക്കാതെ. പുള്ളി അവന്മാരെ തൊക്കിന്മേൽ എത്തത്തില്ല. ഈ മൈക്രോസോഫ്റ്റിന്റെ ചിപ്പ് ഒന്നും അവന്മാരെടുക്കുകയല്ല. ജോൺസന്റെ അടുത്ത് പുള്ളി തൊക്കിന്മേൽ പരക്കാതെ കണ്ട നിലയിൽ തന്നെ നിൽക്കുകയും നിറം മങ്ങിയിരിക്കുകയും ചെയ്താൽ അത് തീപ്പൊള്ളലിന്റെ തിമിർപ്പാകുന്നു. അടുത്തത്, പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവനെന്ന് വിധിക്കണം. പാളയത്തിന് പുറത്താ മോശയുടെ ന്യായപ്രമാണം. കൈക്കകത്ത് ഈ ചിപ്പ് വെച്ചാൽ. അല്ല, ഇന്നലെ ഞാൻ പറഞ്ഞില്ലോ, ടെക്നോളജി ഏറ്റവും കൂടുതൽ ആരെയില്ല, ഇസ്രയേലിൻ്റെ ഇല്ലയോ. എന്നാ ഈ ചിപ്പ് വരണ്ട? അമേരിക്കയിലും വന്ന്, ഓസ്ട്രേലിയയിലും വന്ന്, സിംഗപ്പൂരിൽ മണിമണിയെ കീക്കി അടിച്ചു തുടങ്ങി സ്വോത്രം. പക്ഷേ ഇസ്രയേലിനകത്ത് ചിപ്പ് വരത്തില്ല. ഇത് വച്ചാൽ അവനറിയാം അവൻ അശുദ്ധൻ. പാളയത്തിന് പുറത്ത്. രണ്ട്, യഹൂദന്റെ പീഡാകാലം വരാൻ പോകും. അതിന് വേണ്ടിയാ പറയുന്നത്. മത്തായി 24:15-16 വായിച്ചാട്ട് മോളെ. അടുത്ത് നിങ്ങൾ വചനം പഠിച്ചോണ്ടേ ഇവിടെ നിറങ്ങാവ്. അതുകൊണ്ട് ബൈബിൾ ക്ലാസ് പോലെ ഞാൻ വായിപ്പിക്കുന്നത്. മത്തായി 24:15-16. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത്. കണ്ടോ, കമ്പ്യൂട്ടറിനെ കൊണ്ട് ആലയത്തിൽ വെക്കും. സന്തോഷം ഇല്ലല്ലോ. കണ്ടില്ലേ, ആന്റി ക്രൈസ്റ്റ് വെള്ളക്കുതിരയുടെ പുറമോടിയോട് വരും. അവൻ ആരാ? സാത്താൻ. അവന്റെ ഇഷ്ട ആലയത്തിനകത്ത് കമ്പ്യൂട്ടർ. അതാ ഞാൻ പറഞ്ഞത്, തൊടുപുഴക്കാരൻ ചെറുപ്പക്കാരൻ ഇന്ന് ഗൂഗിൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോബിയുടെ മൂത്ത ചേർത്ത് ചിന്നമ്മാമ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. സ്വോത്രം. അവളെ കൊണ്ടുവന്ന് ആലയത്തിനകത്ത് കൊണ്ടുവെക്ക്. ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്യുന്ന ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത്. അടുത്ത വായിക്കാം മോളെ. നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ നിൽക്കുന്നത് കാണും യഹൂദൻ. വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ. അന്ന് യഹൂദയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. എന്തിനാ മലയിലേക്ക് ഓടിപ്പോന്ന്? യഹൂദൻ പ്രതിമയെ വണങ്ങുവോ? സീനായുടെ മടിത്തട്ടിൽ മോശെ കൊണ്ടത് സ്വർഗം കൽപ്പന കൊടുത്ത എന്താ? മേലാകാശത്തിലും കീഴഭൂമിയിലും ഭൂമിക്ക് വീതെ വെള്ളത്തിലും യാതൊന്നിന്റെ പ്രതിമയുണ്ടാക്കരുത്. അവന്റെ കയ്യിലിരിക്കുന്ന തൽമൂദ. ഇന്ന് ഇതിനു വേണ്ടി ഞാൻ കറങ്ങി വന്നത്. ലേവ്യ പുസ്തക പ്രകാരം അവൻ കയ്യിൽ ചിപ്പ് വെക്കത്തില്ല. രണ്ട്, കമ്പ്യൂട്ടറിനെ വണങ്ങത്തില്ല. അന്നേരം ആന്റി ക്രൈസ്റ്റിന്റെ പടയാളികൾ കളിക്കാവിളെ വന്ന് ASI ലോറവന് പിന്നെ ഒരു ASI വെടിവെച്ച് വന്നില്ലേ? മിണ്ടുന്നില്ലല്ലോ കളിക്കാവിളെ. പണ്ട് ഞാൻ IS-നെ പറ്റി ഇവിടെ എല്ലാം പ്രസംഗിച്ച ബിജു പാസ്റ്റർക്ക് അറിയത്തില്ല. IS തീവ്രവാദികൾ. നെയ്യാറ്റിൻകരയിൽ നിന്ന് ASI വിൻസെന്റ് കളിക്കാവിള ചെക്ക് പോസ്റ്റ്, തമിഴ്നാട് ക്യൂ ബ്രാഞ്ച്, കോയമ്പത്തൂർ ഉക്കടം സ്റ്റേറ്റിൽ IS-ന്റെ റെയ്ഡ് നടത്തിയ SI വട്ടാപ്പകൽ തുപ്പാക്കി വെച്ച് തട്ടി. കണ്ടില്ലേ വല്ലൊരു സ്വോത്രം? ആരും അത് കേട്ടില്ലായിരുന്നു? സൗരന്മാർ കേട്ടില്ലേ? സ്വോത്രം. കളിക്കാവിളെ നമ്മുടെ മുമ്പിൽ കളിക്കാവിളെ. അവൻ്റെ അനിയന്മാരാ IS കഴുത്തറക്കുന്ന തീവ്രവാദികൾ. അതാ ആന്റി ക്രൈസ്റ്റിന്റെ മിലിറ്ററി. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോകുമ്പോൾ ആന്റി ക്രൈസ്റ്റിന്റെ പടയാളികൾ യഹൂദനോട് പറയും ചിപ്പ് വെക്കാൻ. അവർ ചിപ്പ് വെക്കത്തില്ല. ആലയത്തിനകത്ത് കമ്പ്യൂട്ടറിനെ വണങ്ങാൻ പറയും, വണങ്ങത്തില്ല. അന്ന് അവൻ്റെ തലയറുത്ത് മാറ്റും യഹൂദന്റെ. അതാ വെളിപ്പാട് പറയുന്ന പീഡാകാല രക്തസാക്ഷികൾ കരമുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇന്ന് രാത്രി കോവിഡിന്റെ മറവിൽ ഒരു ചിപ്പ് വരാൻ കാലമായി. ഗൂഗിൾ കമ്പ്യൂട്ടർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഉണ്ടാക്കാൻ പോകുന്നു. ഇന്ന് നമ്മുടെ മൊബൈലിനകത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുന്നെങ്കിൽ നാളെ യഹൂദന്റെ ദേവാലയത്തിനകത്ത് ഈ സംസാരിക്കുന്ന പ്രതിമയെ കൊണ്ടുവെക്ക്. യഹൂദൻ വണങ്ങത്തില്ല. അന്ന് അവന്റെ തലയറത്ത് വീഴും. അങ്ങനെ വീഴുന്ന രക്തസാക്ഷികൾ പീഡാകാല രക്തസാക്ഷികൾ. ഇന്ന് രാത്രി നെയ്യാറിന്റെ കരേ കാലം സമീപമായി. ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങിവോ. ഈ ബൈബിളിലെ 95% പ്രവചനങ്ങൾ കണ്ട തലമുറയോട് ഇന്ന് രാത്രി ഞാൻ നെഞ്ചുകീറി സംസാരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന 95% പേര് മരണത്തിനകത്ത് ശവപ്പെട്ടിക്ക് കയറുന്നതിന് മുമ്പ് എൻ്റെ നാഥൻ തൻ്റെ മക്കളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി നാഥൻ വെളിപ്പെടാറായി. ആത്മാവ് സഭകളോട് പറയുന്നത് ഇന്ന് രാത്രി ചെവിയുള്ളവർ കേൾക്കട്ടെ. ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തൂണായി മാറ്റുവാൻ യേശു വരാൻ കാലമായി. കോവിഡിന്റെ മറവിൽ വരുവാനുള്ളവൻ വരും, താമസം ഏറെയില്ല. ഒരു വാക്കൂടെ പറഞ്ഞു സ്വോത്ര കാഴ്ചയിലേക്ക്. ഇനി കൈകളിൽ വരുന്ന ചിപ്പ് പൊട്ടുമോ? ശ്രദ്ധയോടെ ഇരിക്കണം. ഞാൻ പറഞ്ഞു, പഞ്ചാബിൽ നിന്ന് വരുന്ന ഒരരിക്കകത്ത് ഒരു റൈസ് കെയിൻ, അതിനകത്ത് പെൻഡ്രൈവിൻ്റെ ഫിലമെൻറ്റും ചാർജ് ചെയ്യാൻ ഒരു ലിഥിയം ബാറ്ററി. നിങ്ങൾക്കറിയാം. ഇനി 1 മിനിറ്റ് സയൻസിലേക്ക്. നിങ്ങളുടെ വീട്ടുകളിലെല്ലാം ഫാനിന് റിമോട്ടുണ്ട്,
ടെലിവിഷന് റിമോട്ടുണ്ട്, സകലതിന് റിമോട്ടുണ്ട്. ഈ റിമോട്ടിൻ്റെ പ്രശ്നം എന്തുവാ നിങ്ങളോട് പറയാം. ഈ റിമോട്ടിനകത്ത് 2 ബാറ്ററി ഇടും. ഒന്ന് സയൻസ് നിങ്ങൾ കൺവെയർ ചെയ്തത് എന്താ, ഈ ബാറ്ററി 6 മാസം കഴിഞ്ഞ് മാറ്റിയില്ലെങ്കിൽ ബാറ്ററി പൊട്ടുന്ന വല്ലവരും കണ്ടിട്ടുണ്ടോ റിമോട്ടിനകത്ത്? പിന്നെ ആ റിമോട്ട് കൊള്ളാമോ? അതിനകത്ത് ആസിഡ് ഇറങ്ങിയ ഇതിൻ്റെ തുരുമ്പ്, ബാറ്ററിയുടെ കണക്ടിവിറ്റി കൊടുത്ത തുരുമ്പ് വരെ കണ്ടിട്ടുണ്ടോ? ഇനി നെയ്യാറിലുള്ളവർ കേൾക്കണം. കർത്താവിൻ്റെ വരവിൽ നിരപ്പുകാലി ഒരച്ചായൻ ഒരമ്മാമ 52-48 കുഞ്ഞുങ്ങൾ 2 പേര് 24-22 ഇവർ 4 പേരും പോയില്ല. അപ്പോൾ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ ആൾക്കാർ വരും. റേഷൻ കടയിൽ പോകണോ, ATM പോകണോ, മരുന്നെടുക്കണോ, ഇത് വെച്ചേ പറ്റൂ, അത് കിട്ടത്തില്ല. അതാ പറഞ്ഞ് വാങ്ങുവാനും വിൽക്കുവാനും മുദ്ര. അതിൻ്റെ ഇംഗ്ലീഷ് ആ സീൽ ഓഫ് ദ ബീസ്റ്റ്. ഇത് കയ്യിൽ വെക്കുമ്പോൾ ദൈവമക്കളെ ഒറ്റ കാര്യം മനസ്സിലാക്കണം. ഇത് 6 മാസം നമ്മുടെ റിമോട്ടിലെ ബാറ്ററി മാറ്റിയിടുന്ന പോലെ മാറ്റിയിടണം. മാറ്റിയിട്ടില്ലെങ്കിൽ അച്ഛൻ 52, ഇച്ചിരി ഷുഗറും BP ഒക്കെ ഉണ്ട്, ഈ കൈ കടന്നവനങ്ങ് വീക്കാവും. ആ ഇതിനകത്ത് ഈ നമ്മുടെ ലിഥിയത്തിനകത്തൊരു ആസിഡ് ഉണ്ട്, പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ആൽക്കലൈൻ ആസിഡ്. അതൊരു തുള്ളിയേ ഉള്ളൂ, അത് ശരീരത്തിനകത്തിറങ്ങും. വരാൻ പോകുന്നു കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പോറ്റ് പോയാൽ രക്തപ്പുണ്ണ്. ഒന്നുകൂടി പറഞ്ഞാൽ BSc നേഴ്സ് നോട്ട് ചെയ്യാം, സെപ്റ്റോ വാജനിക് വൂണ്ട് അല്ലെങ്കിൽ ബ്ലഡ് വൂണ്ട്. അങ്ങനെ ഒരു സംഭവം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? ചിപ്പ് പൊട്ടും, മനുഷ്യൻ്റെ ശരീരത്തിൽ ദുർവ്രണം. വായിക്കുന്നു വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 2. എല്ലാവരും നോട്ട് ചെയ്തോ, ഇത് ഒരു അവസാനകാല അന്ത്യകാല പ്രസംഗം. ബാക്കി ഞാൻ പുറമോട്ട് പറഞ്ഞുതരാം. വെളിപ്പാട് 16:2 വായിച്ചിട്ട് മോള്. വെളിപ്പാട് പുസ്തകം 16:2 ഒന്നാം മുദ്ര. ഒന്നാമത്തവൻ പോയി തന്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. ബൈബിളുള്ളവർ ഈ ചിപ്പ് പൊട്ടുന്നത് മൃഗത്ത്. അപ്പോൾ മൃഗത്തിന്റെ മുദ്രയുള്ളവരും അതാണ്ട് കൈ മുദ്ര ചിപ്പുള്ളവരും അതിന്റെ പ്രതിമയെ നമസ്കരിക്കുന്നവർക്കും മനുഷ്യർക്ക് വല്ലാത്ത ദുർവ്രണം ഉണ്ടായി. ഇതിന്റെ പേരാ ദുർവ്രണം. ബൈബിളുള്ളവർ നോട്ട് ചെയ്തോ, ദുർവ്രണം. ഇതിന്റെ പേരാ സെപ്റ്റോവാജനിക് വൂണ്ട്, ബ്ലഡ് വൂണ്ട്, രക്തപ്പുണ്ണ്. ഇന്ന് രാത്രി മനസ്സിലാക്ക്, നമ്മുടെ ശരീരത്തിനകത്ത് ഒരു പ്രത്യേകതരം പുണ്ണ് കുമിള പോലെ വരും, രക്തമൊലിച്ചുകൊണ്ടിരിക്കും. മരുന്ന് കൊടുത്താൽ കരിയത്തില്ല. ദുർവ്രണം. മലയാളം. നിരപ്പുകാലയിൽ ഇങ്ങനെ ഒരു രോഗി പോയാൽ പന്തയിൽ അദ്ദേഹത്തിൻ്റെ സ്മെല്ല് കേൾക്കും. ഈ രോഗത്തിൻ്റെ ചില നായ്ക്കൾ നമ്മുടെ കൺവെൻഷൻ നടക്കുന്നതിന് കുറച്ച് ദൂരെ പോയാൽ പ്രത്യേകം മണമടിക്കുമ്പോൾ വീട്ടിൽ അച്ചായൻ പറയും, മോനെ കഥപടാ, വൃത്തികെട്ട നായ അതിലേ പോകുന്നു. നായ പോകുന്ന ദൂരെ കൂടാ, പക്ഷേ അതുപോലൊരു ദുർവ്രണം ഉണ്ടാകും. പിന്നെ എന്താ, ഷുഗർ രോഗികൾക്ക്, ആരെ ഞാൻ കുറ്റപ്പെടുത്തുമല്ല, ചില മുറിവ് വന്നാൽ എത്ര കൊടുത്താലും കരിയത്തില്ല. ഷുഗർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആൻറ്റിബയോട്ടിക് ആഡ് ചെയ്യുന്ന പോലെ ഈ മുറിവിനകത്ത് എത്ര അമോക്സിലിനോ ആൻറ്റിബയോട്ടിക് പമ്പ് ചെയ്താൽ കരിയത്തില്ല. അങ്ങനെ ഒരു കാലം അന്ത്യത്തിങ്കൽ വരും. തീർന്നില്ല. അന്നത്തെ മനുഷ്യന്റെ അവസ്ഥ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് രക്ഷിക്കപ്പെട്ടോളെ. അന്നത്തെ മനുഷ്യന്റെ അവസ്ഥ വായിക്കാൻ മോളെ. വെളിപ്പാട് പുസ്തകം 16:11 കൂടെ വായിച്ചോട്ടെ, നാട്ടുകാർ കേൾക്കട്ടെ. വെളിപ്പാട് 16:11. അടുത്തത്. അവർ കഷ്ടത നിമിത്തം നാവ് കടിച്ച് കഷ്ടങ്ങളും വ്രണങ്ങളും ഹേതുവാൽ മതി. വേദന കൊണ്ട് നാവ് കടിച്ചു മുറിക്കും. അതിർത്ത് ക്യാൻസറിന്റെ മോർഫിൻ കൊടുത്താൽ പോലും ഏക്കത്തില്ല. ഈ ചിപ്പ് പൊട്ടി ശരീരത്തിനകത്ത് ആൽക്കലൈൻ ഇറങ്ങിയാൽ നാവ് കടിച്ചു മുറിക്കും. വ്രണങ്ങൾ മുഴുവൻ. ഇന്ന് രാത്രി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിൽ എഴുതിയിരിക്കുക, ഒന്നാമത്തവൻ പോയി തൻ്റെ കലശം ഭൂമിയിൽ ഒഴിച്ചു. മൃഗത്തിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്നവർ. പ്രതിമ ഏകദേശം വരാറായി. വർക്ക് ഫ്രം ഹോം കേട്ടോ? അങ്ങനെ വല്ലവരും കേട്ടിട്ടുണ്ടോ? വർക്ക് ഫ്രം ഹോം. കരമുയർത്തിക്കാട്ട് മോനെ, വിഷമിക്കണ്ട. എന്താ, കമ്പ്യൂട്ടർ വഴി എല്ലാത്തിനെയും അഡിക്റ്റ് ആക്കും. സ്വോത്രം. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, 4ാം ക്ലാസ്സിലെ മോനിപ്പോൾ സ്കൂളിൽ പോകണ്ട. WWR സ്കൂൾ. 80 വയസ്സുള്ള അച്ചായന് നല്ലൊരു സാംസങ് കൊടുത്താൽ മതി. വീട്ടിലെ സഭായോഗം, ലൈവ് കൺവെൻഷൻ, നിരപ്പുകാല. അച്ചായൻ ഓടിക്കാൻ അറിയത്തില്ലയോ? എല്ലാ എൻജിനീയർമാർ ബാക്കി എല്ലാത്തിനെയും വീട്ടിലാക്കി. വർക്ക് ഫ്രം ഹോം. ഇനി നടുവേദനയ്ക്ക് കുഴമ്പും 2 കണ്ണാടിയും കൂടെ മേടിച്ചുകൊണ്ടാൽ മതി. സ്വോത്രം. ഇപ്പോഴേ ഞാൻ പറയുക അന്ത്യകാലം. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ കമ്പ്യൂട്ടറിനകത്ത് അന്ത്യകാല സാത്താൻ്റെ പ്രതിമ, അത് പിന്നത്തതിൽ വരുമ്പോൾ നമസ്കരിക്കേണ്ടി വരും. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോവിനോട് എന്താ പറഞ്ഞത്? സ്വത്രാഴ്ച കൊടുക്കാനാണെന്ന് പറഞ്ഞ് ഒന്ന് വണങ്ങിയേക്കായി. മിണ്ടുന്നില്ലല്ലോ, ശബ്ദമില്ലല്ലോ. തീർന്നില്ല. അടുത്ത യേശുവിനെ ഉയർന്ന മലയിൽ കൊണ്ടുപോയി കൂട്ടപ്പവും തേക്കുപാറയും കാണിച്ചിട്ട് പിശാച് പറഞ്ഞു എന്തോ എല്ലാം തന്നേക്കാന്ന്. സ്വത്രം. ഒന്ന് വണങ്ങിയേക്കായി. സാത്താൻ്റെ ഇഷ്ടം വണങ്ങുവാൻ
കോവിഡിൻ്റെ മറവിൽ എല്ലാവരെയും വീട്ടിലിരുത്തി വർക്ക് ഫ്രം ഹോമിൻ്റെ അർത്ഥം അന്ത്യത്തിങ്കൽ സോഫിയയുടെ മൂത്ത ചേടത്തി ചിന്നമാമ വരുമെന്ന്. സ്വോത്രം. അതാ അന്ത്യകാലം. ഒന്നാമത്തവൻ പോയി തൻ്റെ കലശം ഭൂമിയിലൊഴിച്ചു. മൃഗത്തിൻ്റെ മുദ്രയുള്ളവർക്ക്, അതിൻ്റെ പ്രതിമയെ നമസ്കരിക്കുന്നവർക്കും വല്ലാത്ത ദുർവ്രണം. സെപ്റ്റോവാജനിക് ബോൺ, ബ്ലഡ് ബോൺ. 2019 ഇന്ത്യയുടെ പ്രധാനമന്ത്രി കോവിഡ് വരുന്നതിന് പെട്ട് യുണൈറ്റഡ് നേഷൻസിൽ പോയി. അന്ന് യുണൈറ്റഡ് നേഷൻസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ജനസംഖ്യ കൂടുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞില്ലയോ, ലോകം ഡീപോപ്പുലേഷൻ താഴാൻ പോകുന്നു. അന്ന് പറഞ്ഞത് താമസം വിന മനുഷ്യൻ്റെ കയ്യിലേക്ക് ചിപ്പ് വരാൻ സാധ്യത. അന്ന് പ്രധാനമന്ത്രി ഒരു മൻ കി ബാത്തിൽ പറഞ്ഞത്, എസി കിനാറോമേ ദോഡീസെ ദൂർ, ഈ ഗ്രാമങ്ങൾ വിട്ട് ഷെൽട്ടർ ഉണ്ടാക്കണം. അന്ന് അദ്ദേഹം ഉപായത്തിൽ പറഞ്ഞു രോഗികളെ പാർപ്പിക്കാൻ വേണ്ടി. ഇന്ന് രാത്രി അമ്പൂരിയിൽ ഒരച്ഛനും അമ്മാമയും 2 കുഞ്ഞുങ്ങളും കർത്താവിൻ്റെ വരവിൽ ചിപ്പ് വെച്ചു. പോയില്ല. 4 പേര് അച്ഛനും മരണവേദന. കാട്ടാക്കട പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പറയും, പട്ടിയെ പിടിക്കാൻ വീട്ടിൽ വണ്ടി വരുന്ന പോലെ അച്ഛനെ എടുക്കാൻ 108 ആംബുലൻസ് വരും. എവിടെ കൊണ്ടുവരുന്ന 6 കാണി 10 കാണി ഷെൽട്ടറിനകത്ത് കൊണ്ടിടും. ആഹാരം കിട്ടത്തില്ല, വെള്ളം കിട്ടത്തില്ല. അച്ഛൻ വേദന കൊണ്ട് നാവ് കടിക്കും. അതിന് പകരം ചങ്ങലയിട്ടേക്ക്. വീട്ടുകാരെ കാണാൻ പറ്റത്തില്ല, മക്കളെ കാണാൻ പറ്റത്തില്ല, നാട്ടുകാരെ കാണാൻ പറ്റത്തില്ല. മനുഷ്യൻ വേദനയോടെ ചിപ്പ് പൊട്ടി മരിക്കുന്ന ഒരു കാലം ഇവിടെ വരാൻ കാലമായി. ഇന്ന് രാത്രി ഇത് ദുഷ്കാലമാകയാ. സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ. പണ്ടേയുള്ള കഥകുകളെ ഉയർന്നിരിപ്പി. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമ്മുടെ നാഥൻ വരാറായി. ഇന്ന് രാത്രി സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തത് കൊണ്ട് ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്റെ കാക്ക് ഫിലാദൽഫിയ സഭയെ നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ തക്കവണ്ണം ഇന്ന് രാത്രി നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. അടുത്ത ഭാഗത്തിൽ 3 കാര്യം പറയും. യോഗം അവസാനിക്കും. അതിനു മുമ്പ് ഇനി വരുന്ന പുകയിൽ നിന്ന് വിട്ടുക്കിളി. ചിപ്പ് ധരിച്ചവരെവിടെ, ചിപ്പ് ധരിക്കാത്തവരെവിടെ? നമ്മളെ കൊണ്ടുപോകാൻ ഒരു മേഘം. ഈ സയൻസ് കൂടെ പറയുമ്പോൾ ഈ കൺവെൻഷൻ സമാപിക്കും. ഇപ്പോൾ സ്വോത്രകാഴ്ചയ്ക്ക് വേണ്ടിയുള്ള കാര്യം ക്രമീകരിക്കും. ശാലേം ഗോസ്പൽ ടീം അതിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കും. നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ 2 രാത്രിയിലും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇവിടെ നടക്കുന്ന സുഭിക്ഷ യോഗത്തിന് വേണ്ടി നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണം സഹായം ഉണ്ടായിരുന്നു. ഇന്നും ഈ മീറ്റിങ്ങിന് നിങ്ങളുടെ ആത്മാർത്ഥമായ സഹായവും സഹകരണവും ആവശ്യമാണ്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കേണ്ട സമയമാണ്. സ്തോത്ര കാഴ്ചയുടെ സമയമാണ്. ഇപ്പോൾ പാട്ട് പാടുകയില്ല. ഇപ്പോൾ ഈ കൊയറുകൾ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന പ്രിയ സഹോദരൻ അനു മുമ്പോട്ട് വന്ന് ചില കാര്യങ്ങൾ പറയുന്നതാണ്. അതിനായി പ്രിയ സഹോദരനെ ക്ഷണിച്ചുകൊള്ളുക. 2 വാക്ക് വളരെ പറയാനുള്ളൊരു അത്യാവശ്യമുള്ളതുകൊണ്ടാണ്. ഈ ശുശ്രൂഷകൾക്ക് ഞങ്ങളെവിടെ സഹായിച്ച് ഞങ്ങളൊരു ചെറിയ രീതിയിൽ നടത്തിക്കൊണ്ടിരുന്ന പല സ്ഥലങ്ങളിലും ദൈവത്തിൻ്റെ വേലയുടെ മുഖത്ത് ഞങ്ങളൊന്നും നോക്കാതെ പോയിരുന്ന സാഹചര്യത്തിൽ ഇത്രത്തോളം വലിയ നിലവാരത്തിൽ ദൈവം ഞങ്ങളെ സഹായിച്ചു. അതിന് ഉപകാരമായ ഞങ്ങളുടെ സഹോദരങ്ങൾ കഴിഞ്ഞ ദിവസത്തിൽ അവർ പ്രിയ വന്ന് പാടിയവരും ഇൻസ്ട്രുമെൻറ്റ്സ് വായിച്ചവർ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവർക്കുള്ള നന്ദി അറിയിക്കുന്നു. പ്രിയ അനീഷ് ചേട്ടൻ, ജോസ് പോൾ പാസ്റ്റർ, വിപിൻ, സിസ്റ്റർ ബിൻസി, ഡോൺ ബ്രദർ, അനന്തു, സാമ ഐസക് ചേട്ടൻ, ഇന്ന് കീബോർഡ് വായിക്കുന്ന ടിജോ, വർഷിപ്പ് ലീഡ് ചെയ്യുന്ന ജ്യോതിഷ്, ജിജിൻ, ജിവിൻ, ഷിജു ചേട്ടൻ ഡ്രമ്മ് ചെയ്യിക്കുന്ന, അങ്ങനെ എല്ലാവരുമാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവരാരും ഒരു പ്രതിഫലം പോലും 1 രൂപ പോലും വാങ്ങാതെ വന്ന് ദൈവ ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അവരെ ഓർത്ത് ഞങ്ങളുടെ ക്രിസ്തുവിനുള്ള നന്ദിയും ഞങ്ങളുടെ ടീമിൻ്റെ നന്ദി അറിയിക്കുന്നു. പ്രത്യേകം അതിനുപരിയായി ഏറ്റവും വളരെ കടപ്പെട്ടു പോകാനുള്ളത് സൗണ്ട് സിസ്റ്റത്തെയാണ്. പ്രിയ സൽമോൻ ബ്രദർ, കർത്തകാഹളത്തിൻ്റെ വേലയിൽ ചെയ്യുന്ന പ്രിയ സൽമോൻ ബ്രദർ, അദ്ദേഹത്തിനോട് ഞാൻ ഈ കാര്യം പറയുമ്പോൾ തന്നെ, ചേട്ടാ എനിക്ക് ഈ വേല ചെയ്യാൻ വളരെ ആഗ്രഹമാണ്. ഞാൻ ആ നിലവാരത്തിൽ താനും തന്നെ കൊണ്ട് കഴിയുന്നതിനപ്പുറം ഏറ്റവും ഓഫറിങ് കുറച്ചാണ് താൻ ഈ ശുശ്രൂഷ ചെയ്യുന്നത്. തന്നെ ഓർത്ത് ഞങ്ങൾ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവരോടുള്ള നന്ദി കടപ്പാട് അറിയിക്കുന്നു. പ്രത്യേകം ഇവിടെ വന്ന എല്ലാം സഹകരിച്ച എല്ലാ ദൈവമക്കളോടും, ഞങ്ങളുടെ പ്രിയ മ്യൂസീഷ്യൻ സുഹൃത്തുക്കളോടും, പ്രിയ സൗണ്ട് സിസ്റ്റമൊക്കെ അവിടെ എല്ലാവരോടും, പ്രത്യേകം നന്ദുവിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയ സഹോദരൻ ചില കാര്യങ്ങൾ പറഞ്ഞു. ടീമിൻ്റെ ചില പ്രത്യേക കാര്യങ്ങൾ ഈ സമയത്ത് പ്രസ്താവിക്കുന്നു. നമ്മുടെ നാട്ടിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ദൈവദാസൻ ടീമിൽ പ്രവർത്തിക്കുന്ന എല്ലാ കർത്തദാസന്മാർക്കും എല്ലാ സഹോദര സഹോദരന്മാർക്കും പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നതാണ്.
ഈ ടീമിൽ വിവിധ പ്രവർത്തനങ്ങളുണ്ട്. എല്ലാ ഞായറാഴ്ചയും ഏകദിന സുവിശേഷ യോഗങ്ങളും സംഗീത വിരുന്നും പലയിടത്തായിട്ട് നടന്നു വരുന്നു. അതോടൊപ്പം തന്നെ ട്രാക്ട് വിതരണങ്ങളും വിവിധയിടങ്ങളിൽ പരസ്യങ്ങളും കർത്താവ് നടത്തുവാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. വിവിധ ഭവനങ്ങളിൽ വെച്ച് പ്രയർ സെല്ലുകൾ നടക്കുന്നു. എല്ലാ ബുധനാഴ്ചയും സതീഷ് ഭവൻ്റെ അവിടെ വെച്ച് പ്രയർ സെൽ നടക്കുന്നത് നടത്തുവാൻ അതിനുവേണ്ടി അംഗത്വം പാസ് കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നു. എല്ലാ ആഴ്ചയും ചൊവ്വാഴ്ച തോറും ഞാനായിരിക്കുന്ന തരത്തിൽ നീറാഴൂൺ IPC ചർച്ചിൽ 10 മണിക്കൂർ പ്രാർത്ഥനയുണ്ട്. അനേക പാസ്റ്റർമാരും സഹോദരന്മാരും വന്നു ചേരുന്നു. എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് ബൈബിൾ സ്റ്റഡി ഉണ്ട്. ഈ ആഴ്ചയിൽ 10 മണിക്കൂർ പ്രാർത്ഥന, വ്യാഴാഴ്ച പകൽ 7 മണിക്ക് തുടങ്ങും, വൈകിട്ട് 5 മണിക്ക് അവസാനിക്കും. അതോടൊപ്പം തന്നെ ഫുൾനൈറ്റ് പ്രയറുകളുണ്ട്. ധാരാളം പ്രവർത്തനങ്ങൾ കർത്താവിൻ്റെ വേലയുടെ ഭാഗത്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ടീമിനോട് ചേർന്ന് പ്രവർത്തിപ്പാൻ ആഗ്രഹമുള്ള എല്ലാവർക്കും വിവിധ ശുശ്രൂഷയിൽ വന്ന് പങ്കുചേരാം. അത് നിങ്ങൾക്കും അനുഗ്രഹമാണ്, കർത്താവിൻ്റെ വേലയുടെ ഒരു ഭാഗമാണ്. അതിനാൽ ഞങ്ങൾ നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നു. ഞങ്ങളെ ക്ഷണിച്ചാൽ ഞങ്ങൾക്ക് ഇത്രയും വലിയ സിസ്റ്റമൊന്നുമില്ല. ആ ഉള്ള രീതിയിലുള്ള സിസ്റ്റം ഉപയോഗിച്ച കാര്യങ്ങളൊക്കെ ചെയ്യും. നല്ല പാട്ടുകാരുണ്ട്. എല്ലാ കാര്യങ്ങളിലും സഹകരിക്കുന്ന ടീമിലെ എല്ലാ കർത്തദാസന്മാർക്കും എല്ലാ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഞാൻ പ്രത്യേക നന്ദിയും, വിശേഷാൽ ഇവിടെ നിരപ്പുകാല സഭയിൽ വെച്ച് അപ്പോസ്തല ദിവസം വെച്ച് ചേമ്പൂക്കുന്ന സഭയിൽ വെച്ച് 2 ദിവസം പകൽക്കാലം മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടുത്തെ ദൈവദാസനും വിശ്വാസികളെല്ലാം വളരെ സഹകരിച്ചു, പ്രാർത്ഥിച്ചു. ഞാനായിരിക്കുന്ന തരത്തിലുള്ള എല്ലാ വിശ്വാസികളും വളരെ പ്രാർത്ഥിച്ചു, സഹായിച്ചു. ഇവിടെ വെള്ളി ശനിയൊക്കെ എല്ലാ ദിവസങ്ങളും വന്ന് നമ്മുടെ സഹോദരന്മാരൊക്കെ അവരെ ശരീരമുണ്ട് സമയം വേർതിരിച്ച് അധ്വാനിച്ചു. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ഈ ദേശത്ത് വരുവാൻ നീ ഇടയാക്കിയല്ലോ. ദേശവാസികളായിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയും. എൻ്റെ സ്വന്തം സ്ഥലം ഇവിടെയാണ്. ഈ സ്വന്തം സ്ഥലത്ത് ഇങ്ങനെ ഒരു സാക്ഷിയായിട്ട് ആമയെ ഒരു മീറ്റിംഗ് നടത്തുവാൻ ഈ ഭാഗ്യം നൽകാനായി സ്തുതിക്കുന്നു. ഈ മീറ്റിംഗ് നടത്തുവാനുള്ള അധികാരം സ്വർഗത്തിന് ദൈവമാണ് തന്നത്. എങ്കിലും നെയ്യാട്ടാം പോലീസ് സ്റ്റേഷനിലെ CA വിനോയ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു, ഞങ്ങളാൽ ഒരു ശല്യം നിങ്ങൾക്ക് വരികയില്ല. അതുകൊണ്ടാണ് ആ മൈക്ക് അനൗൺസ്മെൻറ്റ് നടത്തിയത്. ഞാനൊരു 5-6 പ്രാവശ്യം ഞാനും മറ്റു ചില പ്രിയപ്പെട്ടവരെ കണ്ടു. കാട്ടാക്കട DSP ആ പ്രിയ സാറും കാര്യമായിട്ടുള്ള ഉറപ്പ് തന്നു. എല്ലാം ചെയ്ത പ്രിയപ്പെട്ടവർക്ക് പ്രത്യേക നന്ദി ഈ സമയത്ത് ഓർപ്പിച്ചുകൊണ്ട് ആദ്യത്തെ ദിവസവും ഇന്നലെ ഇന്നും സ്തോത്ര കാഴ്ചയായിട്ടും സഹായമായിട്ടും ചെയ്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. ശേഷമുള്ള സമയം കർത്തൃദാസൻ വീണ്ടും വചനം പ്രസംഗിക്കും. നല്ല യോഗങ്ങൾ നടത്താൻ കർത്തൃദാസനെയും കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തതുകൊണ്ട് ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഇതാ ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. കോവിഡാനന്തര ലോകത്തിൽ കോവിഡിൻ്റെ മറവിൽ ഒരു വാക്സിനുമായി 5G സാറ്റലൈറ്റുമായി മനുഷ്യൻ്റെ കയ്യിലേക്ക് ഒരു മുദ്ര കൊണ്ടുവരുവാൻ പോകുന്നു. ഒന്നുകിൽ പഞ്ചാബിൽ നിന്ന് വരുന്ന ഒരു അരിമണിയുടെ വലിപ്പം, അല്ലെങ്കിൽ മൈക്രോ നീഡിൽ പാച്ച്. അത് 5G സാറ്റലൈറ്റ് മോണിറ്റർ ചെയ്യും. അടിമയാക്കി കൊണ്ടുപോകുന്നവൻ അടിമയായി പോകും. ഈ മുദ്ര യഹൂദൻ ധരിക്കത്തില്ല. ഈ മുദ്ര അവൻ ധരിക്കാതെ കമ്പ്യൂട്ടറിനെ വണങ്ങത്തില്ല. അന്ന് അവൻ്റെ തലയറുത്ത് വീഴും പീഡാകാല രക്തസാക്ഷികൾ. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നാം ചിന്തിച്ചു, ഈ മുദ്ര പൊട്ടിയാൽ മനുഷ്യൻ എന്ത് സംഭവിക്കും? അന്ത്യകാലം ശരീരത്തിൽ സെപ്റ്റോവാജനിക് ബോണ്ട് അല്ലെങ്കിൽ ബ്ലഡ് ബോണ്ട് നാവ് കടിച്ചു പറിക്കും. കഷ്ടങ്ങളും വ്രണങ്ങളും നിമിത്തം അവർ നിലവിളിക്കുന്ന ഒരു കാലം, ഇതാ പീഡാകാലം. അങ്ങനെയെങ്കിൽ 3 കാര്യങ്ങൾ കൂടി നിശ്ചിത സമയത്തിനുള്ളിൽ പറയും. കോവിഡാനന്തര രോഗത്തിൽ കൈവിടപ്പെട്ടു പോയാൽ ഇനി വരാൻ പോകുന്ന 2 സംഭവങ്ങളും നമ്മളെ കൊണ്ടുപോകാൻ വരുന്നൊരു മേഘവും പറയുമ്പോൾ അവസാനിപ്പിക്കും. എന്താ കോവിഡാനന്തര ലോകത്തിൽ ഇനി? ഇപ്പോൾ കോവിഡിൽ കോടിക്കണക്കിന് പേർ മരിക്കുന്നു 4-5 ദിവസം കൊണ്ട്. ഇനി മരണമില്ലാത്തൊരു കാലത്തിലേക്ക് ലോകം വരും. വായിക്കുന്നു വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 9 വേഴ്സ് 2 and 3. വെളിപ്പാട് 9-2-3 വാക്യങ്ങൾ വായിച്ചാട്ടെ. അവൻ അഗാധ കൂപം തുറന്നു. അഗാധ കൂപം തുറന്നു. ഞാൻ ഒന്നുകൂടെ പറയുക,
ആദ്യത്തെ ദിവസം ഞാൻ പറഞ്ഞു ഭൂമിയോട് 1-ാം തലം ക്രിസ്റ്റ്, 2-ാം തലം മാൻഡിറ്റ്, അതിൻ്റെ അടിയിൽ ടെക്ടോണിക് പ്ലേറ്റ്, താഴെ അഗാധ കൂപം, ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ തിളച്ചു മറിയുന്നു. ഇന്ന് രാത്രി അഗാധ കൂപത്തിനകത്ത് എന്തൊക്കെയുണ്ട് നമുക്കറിയാം. ഇവിടെ ഞങ്ങൾ സാധാരണ പാമ്പിനെ കാണുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ മണലിനകത്ത് നൂൽവണ്ണത്തിലുള്ള ഭയങ്കരമായ പാമ്പുകളുള്ളത് അഗാധ കൂപത്തിനകത്ത്. അതൊന്നുമല്ല സംഭവം. അഗാധ കൂപത്തിൽ നിന്ന് എന്ത് വരുന്നു വായിക്കാം. അപ്പോൾ വായിച്ചാട്ട് അടുത്ത വാക്ക് മക്കളെ. ഉടനെ പെരുംചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. ഈ പുകയുടെ പേര് അഗ്നിപർവ്വതം.